നമസ്കാരം. ചൈനയുടെ സർവപ്രതാപിയായ അധിപതി ഷി ജിൻപിങ് അടുത്ത മാസം സ്ഥാനമൊഴിയുമോ? അതോ ഏതെങ്കിലും ആലങ്കാരിക പദവിയിലേക്ക് മാറി അധികാരം പിന്മുറക്കാർക്ക് വിട്ടുകൊടുക്കുമോ? ഭരണഘടന ഭേദഗതി ചെയ്ത് ആജീവനാന്തം പ്രസിഡന്റായി തുടരാൻ വഴിയൊരുക്കിയ ഷിക്ക് മുന്നിൽ വാതിലുകൾ അടയുകയാണ്. അങ്ങനെയാണ് ചൈനയിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മെയ് മുതൽ ഒരു പൊതുവേദിയിലും ഷി ജിൻപിങ്ങിനെ കണ്ടിട്ടില്ല. അസുഖമാണെന്നും പടിയിറങ്ങാനുള്ള നീക്കമാണെന്നും പാർട്ടി പിടിച്ചുവച്ചിരിക്കുകയാണെന്നും ഭിന്ന റിപ്പോർട്ടുകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത്. ഏതായാലും 12 വർഷമായി സർവാധികാരിയായി വാണ ഷി ജിൻപിങ്ങിന്റെ ചില അധികാരങ്ങൾ പലർക്കായി വീതിച്ചു നൽകിക്കഴിഞ്ഞു. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ഷി പടിയിറങ്ങുന്നോ ചൈനയിൽ? അടുത്ത മാസം 27 മുതൽ 30 വരെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനറി സമ്മേളനം. ആ സമ്മേളനത്തിന് ശേഷം ചൈനയിൽ അടിമുടി മാറ്റമുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഷി ജിൻപിങ് ഒഴിയാനുള്ള സാധ്യതയാണ് ഏറ്റവും മുന്നിൽ. 1976 മരിക്കുന്നതുവരെ മാവോ സെ തൂങ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അധികാരത്തിന്റെ മേലാളൻ. അതിനുശേഷമാണ് 5 വർഷം വീതമുള്ള 2 ടേം മാത്രം പ്രസിഡന്റിന് നൽകിയാൽ മതിയെന്ന തീരുമാനം ഉണ്ടായത്. ഷിയുടെ പ്രതാപകാലത്താണ് ഇത് തിരുത്തിയതും ആജീവനാന്തം തുടരാം എന്ന് വ്യവസ്ഥ ചെയ്തതും. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി എന്ന നിലയിലേക്കുള്ള മടങ്ങിപ്പോക്കിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴെന്നാണ് റിപ്പോർട്ടുകൾ. ഡെമോക്രാറ്റിക് സെൻട്രലൈസേഷൻ അഥവാ ജനാധിപത്യ കേന്ദ്രീകരണം ആയിരുന്നു പാർട്ടിയുടെ നയം. തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന വിവിധ ഘടകങ്ങൾ ഓരോ വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും എല്ലാത്തിനും മുകളിൽ പ്രസിഡന്റും എന്നതായിരുന്നു രീതി. ഷിയുടെ തുടക്കകാലത്ത് എല്ലാ വകുപ്പുകളിലും ഷി തന്നെ തീരുമാനമെടുക്കുന്ന നില വന്നു. വിവിധ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് പ്രത്യേക അധികാരങ്ങൾ എന്ന സ്ഥിതി മാറി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി നോക്കുകുത്തിയായി. ഷിയുടെ ആ അപ്രമാദിത്വം അവസാനിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഇപ്പോൾ അതത് വകുപ്പുകൾ കൈകാര്യം ചെയ്തു തുടങ്ങി. അധികാര വികേന്ദ്രീകരണം ചൈനയിൽ അസാധ്യമാണെങ്കിലും വിവിധ വകുപ്പുകളുടെ അധികാരങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് സ്ഥിതി മാറുകയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി, സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാൻ, പ്രസിഡന്റ് തുടങ്ങിയ പദവികൾക്കെല്ലാം വെവ്വേറെ ഭരണ കേന്ദ്രങ്ങളും അധികാരവും നൽകുമോ എന്ന വലിയ ചോദ്യവും ചൈനയിൽ മുഴങ്ങുന്നു. ഷി ജിൻപിങ് ഏറെക്കുറെ ഒറ്റയ്ക്ക് തീരുമാനിച്ചിരുന്ന വകുപ്പുകളാണ് വിവിധ കേന്ദ്രങ്ങളിലേക്ക് വീതം വെച്ചു നൽകുന്നത്. ചൈനയിലുള്ളത് ജനാധിപത്യമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവിടെ സർവാധിപത്യവും സമഗ്രാധിപത്യവുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. ഇതാണ് അവിടെ ഭരണം. കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യം എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ മാവോയുടെ കാലത്തും ഇപ്പോൾ ഷിയുടെ കാലത്തും പാർട്ടിയുടെ സമഗ്രാധിപത്യമല്ല കണ്ടത്, ഏകാധിപതികളുടെ സമഗ്രാധിപത്യമാണ്. മാവോ ഒറ്റയ്ക്ക് പാർട്ടിയെ കൊണ്ടു നടന്നതുപോലെ ഷിയും കൊണ്ടു നടന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒട്ടും ആശാസ്യമല്ല ആ ഭരണരീതി. അമേരിക്കയിൽ ട്രംപിനെ പോലുള്ളവർ ഭരിക്കുമ്പോൾ പോലും ഏകാധിപത്യത്തിന് പരിധിയുണ്ട്. ബില്ലുകൾ പാസാക്കാൻ കോൺഗ്രസിനെ സമീപിക്കണം. അവിടെ റിപ്പബ്ലിക്കന്മാർക്കും ഡെമോക്രാറ്റുകൾക്കും ഏറെക്കുറെ തുല്യ അംഗബലമാണ്. കോൺഗ്രസിനെ മറികടന്ന് പ്രസിഡന്റിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചൈനയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. പാർട്ടി തീരുമാനിച്ചാൽ പിന്നെ അച്ചട്ടാണ്. വേറൊരു പ്രതിപക്ഷമില്ല. ഉള്ളിൽ മുറുമുറുക്കാം എന്നല്ലാതെ പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഷിയുടെ കാലത്ത് പാർട്ടി തീരുമാനിച്ചിരുന്നത് ഷിയുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് 5 വർഷത്തെ 2 ടേം കഴിഞ്ഞാലും ഷിക്ക് അധികാരത്തിൽ തുടരാം എന്ന വ്യവസ്ഥ പാസാക്കിയത്. ഷിക്ക് മുമ്പ് പ്രസിഡന്റായിരുന്ന ഹു ജിൻടാവോയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിമത ശബ്ദം ഉയർന്നു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ചൈനയുടെ ചരിത്രത്തിൽ ആദ്യമാണ് അങ്ങനെയൊരു നീക്കം. ഷി ജിൻപിങ്ങിനെ ചുറ്റിപ്പറ്റി ചൈനയും പുടിനെ ചുറ്റിപ്പറ്റി റഷ്യയും ചേർന്നുണ്ടാക്കിയ അച്ചുതണ്ടായിരുന്നു ഇതുവരെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഷിയുടെ കാര്യത്തിൽ വിമതർ കരുത്താർജിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനയിൽ അങ്ങനെ ഒരു വിമത ശബ്ദം ഉയരുന്നത് പോലും അസാധ്യമാണെന്ന് കരുതുന്നവരാണ് ഏറെയും. ഷി രോഗഗ്രസ്തനാണെന്നും അതിനാൽ പകരം സംവിധാനം അനിവാര്യമായതാണെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. മുഖ്യധാരയിലേക്ക് 2 മാസമായി വരാതിരിക്കുന്നതിന് മറ്റൊരു കാരണവുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഷി മാറി നിൽക്കുന്നതാണെങ്കിലും മാറ്റി നിർത്തിയതാണെങ്കിലും ഓഗസ്റ്റിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. പാർട്ടി പ്ലീനറി സമ്മേളനം കഴിയുമ്പോൾ ചൈനയുടെ അധികാര കേന്ദ്രം അപ്പാടെ മാറാം. പോളിറ്റ് ബ്യൂറോയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വീണ്ടും കരുത്തരാകാം. ഒപ്പം ഷിക്ക് ആലങ്കാരികമായ ഒരു പദവിയും നൽകാം.
മാവോ ചെയർമാനായി മരിക്കും വരെ തുടർന്നെങ്കിലും അധികാരം അവസാന കാലത്ത് പകുത്തു നൽകിയിരുന്നു. അതുപോലൊരു നീക്കമാണ് ഷിയുടെ കാര്യത്തിലും ചൈനയിൽ പ്രതീക്ഷിക്കുന്നത്. ഷി മാറിയാൽ ആരാകും പുതിയ പ്രസിഡന്റ്? പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഡിങ് സ്യൂസിയാങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത ജനറൽ സെക്രട്ടറിയാകാൻ ഏറ്റവും സാധ്യതയുള്ള പേരായി പരിഗണിക്കുന്നത് ഇതാണ്. അങ്ങനെ വന്നാൽ പ്രധാനമന്ത്രിയാവുക ഷാങ്ഹായ് പാർട്ടി സെക്രട്ടറി ചെൻ ജിനിങ്ങും ആയിരിക്കുമെന്നാണ് പ്രചരിക്കുന്ന ഒരു കഥ. പ്രധാനമന്ത്രി ലീ ക്വിയാങ് ആണ് പാർട്ടി ജനറൽ സെക്രട്ടറിയാകാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ആൾ. ഷിയുടെ ദീർഘകാലമായുള്ള വിശ്വസ്തൻ എന്ന നിലയിലാണ് ഡിങ് സ്യൂസിയാങ്ങിന്റെ പേര് പ്രചരിക്കുന്നത്. ഷിയുടെ നിഴലിൽ നിൽക്കുന്നു എന്നതിനപ്പുറം സ്വന്തമായൊരു പരിവേഷം ഇതുവരെ ഡിങ്ങിന് ലഭിച്ചിട്ടില്ല. ഷാങ്ഹായ് ക്ലിക്ക് എന്നറിയപ്പെടുന്ന പാർട്ടി ഗ്രൂപ്പിന് അനഭിമതനാണ് ഡിങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിഭാഗീയത ശക്തമാക്കിയത് ഷാങ്ഹായ് ക്ലിക്കാണ്. റഷ്യയിലും ഷാങ്ഹായിലും ഓരോ ചടങ്ങുകളിലാണ് ഷി അവസാനമായി പങ്കെടുത്തത്. ഇരു വീഡിയോകളിലും തല അനിയന്ത്രിതമായി വിറയ്ക്കുന്ന ഷിയുടെ ദൃശ്യമാണ് പുറം ലോകം കണ്ടത്. ഇതാണ് രോഗബാധിതനാണ് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനം. ഷിയോട് അധികാരം ഒഴിയാൻ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ ആവശ്യപ്പെട്ടുവെന്ന് വരെ റിപ്പോർട്ടുകളുണ്ട്. ഷി ഇതുവരെ പുലർത്തിയ അപ്രമാദിത്വം വച്ച് നോക്കുമ്പോൾ തീർത്തും അസാധ്യമാണ് അത്തരമൊരു നീക്കം. ഒരു കാര്യം അച്ചട്ടാണ്, ഷി ജിൻപിങ് തുടർന്നാലും ഇല്ലെങ്കിലും പഴയ അധികാരം ഇനി ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ പകുതി അധികാരം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ മറ്റുള്ളവർക്ക് വീതിച്ചു നൽകി കഴിഞ്ഞു. ഷി മാറിയാൽ ഇന്ത്യയോടുള്ള നിലപാടിൽ മാറ്റം വരുമോ എന്നത് ആദ്യത്തെ ചോദ്യം. അതോടൊപ്പം തന്നെ പ്രധാനമാണ് അമേരിക്കയോടുള്ള ശത്രുത ഇതേ അളവിൽ തുടരുമോ എന്ന ചോദ്യം. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.